അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തത് ആവശ്യമാണ്. പിന്നെ 2 മുട്ട, ക്യാരറ്റ്, വലിയ ഉള്ളി, പച്ചമുളക്, ചപ്പ്, വെളുത്തുള്ളി, പിന്നെ ടൊമാറ്റോ പേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വലിയുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വലിയുള്ളി നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി അരച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജ്, അതേപോലെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്നൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. നമുക്ക് മുട്ടേൻ്റെ മേലെ കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നന്നായിട്ട് ചിക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക, അതേപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. നമ്മൾ ഉപ്പ് നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഇട്ടുകൊണ്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇട്ടാൽ മതിയേ. നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെ ചപ്പാത്തി ഒന്നും വേസ്റ്റ് ആയിട്ട് പോവില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ചപ്പാത്തി ബാക്കി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ന്യൂഡിൽസൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തുറക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കിട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.